Good morning, everyone. Good morning, ma'am. Good morning, ma'am. Morning. How are you all? Fine, ma'am. Fine, ma'am. Okay. ഇത് സൗണ്ട് തീരില്ലല്ലോ, എന്തേ തീരെ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? Yes, ma'am. കേൾക്കുന്നുണ്ടല്ലോ. റേഞ്ച് ഒന്ന് നോക്കണം കേട്ടോ. റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ. നിഷ കോൺവെർസേഷൻ നോക്കിയായിരുന്നോ? ആരെങ്കിലും? നിഷ ഹെൽത്ത് ഓക്കെ ആയോ? ഓക്കെ ആയി വരുന്നു, മാം. കോൺവെർസേഷൻ നോക്കിയിരുന്നോ? ഇല്ല. കുഴപ്പമില്ല. നോക്കിയിരുന്നു. നോക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സബീന ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിനി നമ്മുടെ എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കോൺവെർസേഷൻ മാത്രമേ ഉള്ളൂ ഇനി എടുക്കാനായിട്ട്. അതിനു മുൻപ് കുറച്ച് ഇന്റർവ്യൂവിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? Yes, ma'am. Yes, ma'am. നയന കൊണ്ടിട്ട് കുറെ നാളായല്ലോ. എവിടെയായിരുന്നു? ഇവിടെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മാം, അതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. അപ്പോ ഇന്റർവ്യൂ എങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം? ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ അതിനെ കുറിച്ചിട്ട്? ഇന്റർവ്യൂവിന് പോകുമ്പോ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോവാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സി വി മസ്റ്റ് ആണ് അല്ലെ? നല്ലൊരു പെർഫെക്റ്റ് സി വി തന്നെ നിങ്ങൾക്ക് കയ്യിൽ വേണം. ഓക്കെ, അപ്പോ നല്ലൊരു സി വി, അതില് നിങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കുറെ വലിച്ചു വാരി സി വി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്തൊക്കെയാണോ കറക്റ്റ് വേണ്ടത്, ഒരുപാട് എക്സ്പ്ലനേഷൻ അല്ല. അറിയാലോ നിങ്ങൾക്ക് സി വിനെ കുറിച്ച്, ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരുപാട് വലിച്ചു വാരി എഴുതാതെ കുറച്ച്, എന്നാലും നിങ്ങൾക്ക് ഒരു കണ്ടാല് ഓക്കെ പെർഫെക്റ്റ് ആണ് എന്ന് തോന്നും. അങ്ങനെ ഒരു സി വി നിങ്ങൾ മേക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ദെൻ പിന്നെന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? എന്താണ് നമ്മുടെ ഡ്രസ് കോഡ് അല്ലെ? നന്നായിട്ട് ഡ്രസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സർട്ടിഫിക്കറ്റ്, ഡ്രസ് കോഡ്, മാനേഴ്സ്. അതെ, സർട്ടിഫിക്കറ്റ്സ് വേണം. ഇമ്പോർട്ടന്റ് സി വി, ഫസ്റ്റ് സി വി ആണ്. ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ സി വിക്ക് കൊടുക്കാം. ഓക്കെ, സി വി നന്നായിട്ട് പെർഫെക്റ്റ് സി വി നോക്കി നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനുശേഷം ഡ്രസ് ചെയ്യാം, നന്നായി ഡ്രസ് ചെയ്യാം. ഡ്രസ്സിങ്ങിന് പ്രൊഫഷണൽ ആൻഡ് നീറ്റ് ഔട്ട്ഫിറ്റ് ദാറ്റ് ഫിറ്റ്സ് വെൽ. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുന്ന, എന്നാലും കണ്ടാൽ ഒരു പ്രൊഫഷണൽ ലുക്ക് തോന്നുന്ന നീറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് വേണം നമ്മൾ വെയർ ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോ ഗേൾസ് ആണെങ്കിൽ കൂടെ ഒരുപാട് ജ്വല്ലറീസ് ഒന്നും നമ്മൾ ഒരിക്കലും വെയർ ചെയ്യരുത്. അവോയ്ഡിങ് എക്സസീവ് ജ്വല്ലറി, അപ്ലൈങ് കുറച്ച് ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ആണ് മേക്കപ്പ് ഒന്നും ചെയ്തത് സിമ്പിൾ ലുക്ക്. ഓക്കെ, ഒരുപാട് ജ്വല്ലറീസ് വേണ്ട, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അത് കളേഴ്സ് ഇങ്ങനെ കളർ കോഡ് ഒന്നുമില്ല കേട്ടോ. ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്രസ്സിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇടാവുന്നതാണ്. പക്ഷെ എപ്പോഴും എന്താണ് ഔട്ട്ഫിറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം, പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, അതുപോലെ ഒരുപാട് നമ്മൾ കല്യാണത്തിന് പോകുന്ന പോലെ മേക്കപ്പ് ചെയ്തും ജ്വല്ലറീസ് ഇട്ടും പോകരുത്. അറിയാലോ, ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? പ്രൊഫഷണൽ ആയിരിക്കണം. ഓക്കെ, ദെൻ എന്താണ് പിന്നെ നമ്മള് ഹൈജീൻ ആയിരിക്കണം. ഒരാളുടെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ അവർക്ക് നമ്മൾ കണ്ടാല് കുറച്ചൊരു ഹൈജീനിക് ആയിട്ട് ഫീൽ ചെയ്യണം. അതായത് മെയിൻ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ensure your good oral hygiene and fresh breath. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അപ്ലൈങ് ലൈറ്റ് പെർഫ്യൂം, ലൈറ്റ് സ്മെൽ പെർഫ്യൂം ആയിരിക്കും. ഒരുപാട് ഹാർഡ് സ്മെൽ ആയിരിക്കുന്നത്, ലൈറ്റ് സ്മെൽ പെർഫ്യൂം ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി വേണ്ടത് എന്താണ്? നിങ്ങളുടെ പോസ്റ്റേഴ്സ്, പിന്നെ ബോഡി ലാംഗ്വേജ് എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. നമ്മളോട് ചെന്നിരിക്കുമ്പോ
അറിയാലോ, നമ്മൾ ഇരിക്കേണ്ട രീതികളൊക്കെ അറിയാലോ. ഒരു ഓഫീസറിന് മുന്നിൽ പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുക, ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക, എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്ന് പറയുന്നത്, കണ്ണിൽ നോക്കിയാണ് സംസാരിക്കേണ്ടത്. ഓക്കെ, എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, ഓൾവേസ് കോൺഫിഡൻസ്. ഓക്കെ, അത് നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റും, എനിക്കത് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ എപ്പോഴും എന്താണ്, പേടിച്ച് ഒരിക്കലും ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കരുത്. അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അവർക്ക് അറിയാൻ പറ്റും. ചിലര് ടെൻഷൻ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ ഇങ്ങനെ ഞെട്ടിയൊടുക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കും, ശരിയല്ലേ? എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടാവും നമ്മുടെ ബോഡിയിൽ തന്നെ. ഇതിന് കാലാട്ടെ അല്ലെങ്കിൽ കയ്യോ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ അതൊന്നും വേണ്ട, നീറ്റ് ആയിട്ടിരിക്കുക, കറക്റ്റ് ആയിട്ട് നമ്മുടെ ചെയറിൽ ഇരിക്കുക, വേറൊന്നും ശ്രദ്ധിക്കരുത്. ആളുടെ കണ്ണിൽ മാത്രം നോക്കുക, പറയുന്നതിന് ചോദിക്കുന്നതിനും പറയുന്നതിന് ആൻസേഴ്സ് പറയാം. പേടിക്കേണ്ട. പിന്നീട് കാര്യം ഇന്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് ഈ പേടി. ആ ജോലിയില്ലെങ്കിൽ നമുക്ക് വേറൊരു ജോലി കിട്ടും, മനസ്സിലായോ? അതുകൊണ്ട് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരിക്കലും പേടി പാടില്ല. അയ്യോ ഈ ജോലി കിട്ടില്ലേ എന്ന് ഓർത്തല്ല നമ്മൾ അങ്ങനത്തെ ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട. ഇതല്ലെങ്കിൽ വേറൊരു ജോലി. പിന്നെ ഒരു കാര്യം, ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ പേടി എല്ലാം ഉണ്ടാവും. അത് നമ്മൾ ഓരോ ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നതോറും നമുക്ക് ആ ഒരു പേടി കുറഞ്ഞുകൊണ്ടേയിരിക്കും, മനസ്സിലായോ? അതുകൊണ്ട് എന്ത് പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും ടെൻഷനോ പേടിയോ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇതൊന്നും പാടില്ല. എന്തും തയ്യാറെടുപ്പോടുകൂടി പോവാം. ഓക്കെ, അത് മാത്രമല്ല, മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ബി പങ്ക്ച്വൽ. എപ്പോഴും കറക്റ്റ് ടൈമിൽ എത്താൻ നോക്കാം. ഓടിപ്പിണങ്ങ് നമ്മൾ ഏതൊരു സിനിമയാണ് നോക്കാം, ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓടിപ്പിണങ്ങ് നമ്മൾ ഇന്റർവ്യൂ ചെന്ന് കയറുമ്പോൾ നമ്മൾ ആകെ വിട്ട് വേർത്ത് എന്നൊക്കെ അല്ലല്ലോ. കറക്റ്റ് ടൈമിൽ പോവാ, കൂളായിട്ടിരിക്കുക, കാം ആൻഡ് കൂൾ അല്ലെ. അവിടെ പോയിരിക്കുക, വിളിക്കുമ്പോൾ അവിടെ പോയി അറ്റൻഡ് ചെയ്യുക, ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ചെന്ന് പോവേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ റെഡി ആവേണ്ടതും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതും എന്നുള്ളതെല്ലാം ക്ലിയർ അല്ലേ? ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും മനസ്സിലായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. കറക്റ്റ് ആണ്. വേസ്റ്റ് ഇംപ്രഷൻ ആവരുത് ഒരിക്കലും കേട്ടോ. അപ്പൊ ആ രീതിയിൽ വേണം നമ്മള് ഡ്രസ്സപ്പ് ചെയ്യാനും നമ്മുടെ ഹെയർ സ്റ്റൈൽ ആയാലും നല്ല ഹെയർ സ്റ്റൈലൊക്കെ ഒരു എന്താണ്, നമ്മള് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ലേ, അതേപോലെ നല്ല രീതിയിൽ ഹെയർ സ്റ്റൈലൊക്കെ നോക്കുക. ഒരുപാട് ആർഭാടം നടത്തിയത് മെയിൻ ആയിട്ട് അതേ പറയാം. ഒരുപാട് നമ്മള് ഗേൾസ് ആയതുകൊണ്ട് ഓക്കെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകാലോ എന്ന് വിചാരിച്ചു മേക്കപ്പ് ഇടാവില്ല എന്നല്ല, ഓവർ ആവരുത്. ന്യൂഡ് ആയിരിക്കണം. മേക്കപ്പ് ആണെങ്കിൽ ന്യൂഡ് ആയിരിക്കണം. ഡ്രസ് ആണെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സോ ഡ്രസ് പാറ്റേൺസോ ഒന്നും ഇടരുത്, മനസ്സിലായോ? ആ രീതിയിൽ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യാനും ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും പിന്നെ നല്ലൊരു സി വി ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാനിപ്പോ ഏത് ടൈപ്പ് വേണമെന്നൊന്നും ഞാൻ അങ്ങനെ ആധികാരികമായിട്ട് പറയുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സിവിയുടെ കാര്യം ഏത് ഒരാൾക്ക് ഇപ്പോ അറിയാവുന്നതാണ്. പണ്ടൊക്കെ അറിയില്ലെങ്കിലും ഇപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സി വി. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം സി വി നമ്മള് റെഡിയാക്കാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഇന്റർവ്യൂവിന് നമ്മള് ഡോറ് ഓപ്പൺ ചെയ്ത് കയറണ്ടേ? നമ്മളെന്താ ചോദിക്കാം? മേ ഐ കം ഇൻ എന്ന് ചോദിക്കണം. ഓക്കെ, നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന ടൈം മുതൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം വേണം. അല്ലെങ്കിൽ ഈ മേ ഐ കം ഇൻ എന്ന് പറയുന്ന നമുക്ക് ആ പറയുന്ന ഡയലോഗ് വരില്ല. പേടിയോ ടെൻഷനോ ഒക്കെ വരുമ്പോ ആ ഡയലോഗ് വരില്ല. ഓക്കെ, അപ്പൊ കയറുമ്പോ മുതൽ ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ വരെ നിങ്ങൾ ഓക്കെ കൂളാകാം, മൈൻഡ് എപ്പോഴും കാമായിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക. ഓക്കെ, ചോദിക്കുക മേ കം ഇൻ സാർ ചോദിക്കാം, അല്ലെങ്കിൽ മേ കം ഇൻ എന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ അവിടെ അകത്തോട്ട് കയറാം. ഓക്കെ, അപ്പൊ പറയും എന്ന് പറയും അല്ലെ. ഇനി ചിലപ്പോ ഇരിക്കൂ എന്ന് പറയും, വിസിറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മേ സിറ്റ് അല്ലെങ്കിൽ മേ ടേക്ക് എ സീറ്റ് എന്ന് ചോദിക്കണം. ഓക്കെ, ചോദിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല, പക്ഷെ ചോദിച്ചാൽ ബെറ്റർ ആണ്.
മനസ്സിലായോ? നമ്മുടെ ഓരോ പെരുമാറ്റവും നമ്മുടെ ബിഹേവിയറും കാണുമ്പോൾ അവർക്ക് നമ്മുടെ ക്യാരക്ടർ ആയാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പൊ മേ സീറ്റ് അല്ലെങ്കിൽ മേ ടേക്ക് ദ സീറ്റ് എന്ന് ചോദിക്കാം. ഇവിടെ നമുക്ക് മേ ആണ് കുറച്ചുകൂടെ നല്ലത് ചോദിക്കാൻ. ക്യാൻ ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പൊളൈറ്റ്നെസ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് മേ ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓ മേ ഐ സിറ്റ് അല്ലെങ്കിൽ മേ ഐ ടേക്ക് ദ സീറ്റ് എന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ അവിടെ ഇരിക്കാം. ഓക്കെ, ഇരുന്നതിന് ശേഷം ആലോചിക്കേണ്ട രീതികൾ എങ്ങനെയാണ്? ഇരിക്കാം, കൈ നന്നായിട്ട് വെക്കുക. ഓക്കെ, ടെൻഷൻ വരുമ്പോൾ കൈ ഒന്നിട്ട് അവിടെ കാണിക്കണ്ട, അങ്ങനെ തന്നെ ഇരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, ഫ്രണ്ടായിട്ട് ഇരിക്കുക. ഓക്കെ, ഇതെന്താ അവർ നമ്മുടെ ഒന്നല്ലെങ്കിൽ നമ്മൾ CV കൊടുക്കും, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുമല്ലോ, അപ്പൊ ചെക്ക് ചെയ്യും. ആ ടൈമില് നമ്മളവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് അവരെ വിഷ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരാൾ മാത്രമേ ഉള്ളൂങ്കിൽ നമുക്ക് ആള് ഫേസ് നോക്കിയിട്ട് ഓക്കെ ഗുഡ് മോർണിംഗ് സാർ അല്ലെങ്കിൽ മേഡം ഗുഡ് മോർണിംഗ് മേഡം എന്ന് പറയും, അല്ലെങ്കിൽ മാം എന്ന് പറയും, ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയും. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരോടും കൂടി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറയണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ഫേസിൽ ഗുഡ് മോർണിംഗ് സാർ ഇങ്ങനെ ഓരോ ഫേസിൽ നോക്കിയിട്ട് പോകാം. അപ്പൊ പറയുന്ന ഒരു ഗുഡ് മോർണിംഗ് ആണെങ്കിലും നമ്മൾ എല്ലാവരും ഫേസിൽ നോക്കി കവർ ചെയ്ത് പോകും. ഓക്കെ, അതായത് ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറയണമെന്നില്ല. അതിലും നല്ലത് അത് തന്നെയാണ്, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിങ്ങനെ നോക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇനി പേര് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുകയാണെങ്കിൽ എന്ത് പറയും? ചോദിക്കുകയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയണം? മൈ നെയിം ഈസ് എന്ത് വേണമെങ്കിലും പറയാം അല്ലെ. മൈ നെയിം ഈസ് അശ്വതി എന്ന് പറയാം, അല്ലെങ്കിൽ ആം അശ്വതി എന്ന് പറയും. രണ്ട് യൂസ് ചെയ്യാം കേട്ടോ. മൈ നെയിം ഈസ് അശ്വതി ഓർ ആം അശ്വതി എന്നും പറയാം. ഓക്കെ, ഫുൾ നെയിം പറഞ്ഞെങ്കിൽ ഫുൾ നെയിം ഒക്കെ പറയാവുന്നതാണ്. ദെൻ അടുത്തൊരു പോർഷൻ ചിലപ്പോ എല്ലാവരും ചോദിക്കുന്ന കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയും. അപ്പോ പേര് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പേര് ഉൾപ്പെടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഐ എം അശ്വതി, ഐ എം കമ്മിങ് ഫ്രം എന്ന് പറയാം. നമുക്ക് തുടങ്ങാം. ഐ എം കമ്മിങ് ഫ്രം നമ്മൾ പ്ലേസ് പറയാം. ഓക്കെ, പിന്നെ അങ്ങനെ തുടങ്ങാം. നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ ആവശ്യമില്ല. നമ്മൾ പോകുന്നത് ഒരു ജോബ് ഇന്റർവ്യൂവിനാണ്. അവർക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലെ. അപ്പോ ഐ എം കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. അല്ലാതെ എന്റെ വീട്ടില് എന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, മോളുണ്ട്, വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയുണ്ട്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അവർക്ക് അറിയേണ്ട യാതൊരു കാര്യമില്ല. ശരിയല്ലേ? അവർക്ക് അറിയേണ്ടത് എന്താണ്? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയണം, നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതൊക്കെയാണ് അറിയേണ്ടതുള്ളൂ. അപ്പോ എപ്പോഴും സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഷോർട്ട് ആക്കി മാത്രം പറയാം. ഒരുപാട് വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. ഷോർട്ട് ആക്കി പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് പറയാ എന്ന് മാത്രം. പറയുന്നത് കുറച്ചുള്ളെങ്കിൽ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓ മൈ നെയിം ഈസ് അശ്വതി, ഐ എം കമ്മിങ് ഫ്രം എറണാകുളം എന്ന് പറഞ്ഞ് തുടങ്ങുക. അതിനുശേഷം എന്താ ചെയ്യണ്ടേ? ആദ്യം നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം. അതായത് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു തുടങ്ങാം. അല്ലെങ്കിൽ താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ അറ്റൻഡ് ദിസ് ഇന്റർവ്യൂ എന്ന് പറയാം. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി എന്നും പറയാം. ഈ മൂന്ന് ടൈപ്പിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതൊക്കെയാണ്? താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി, ഓർ താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ അറ്റൻഡ് ദിസ് ഇന്റർവ്യൂ, or I would like to thank you for giving me this opportunity. ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണത് നല്ലതാണ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് പറയാം, എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി അതിന് വളരെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. ഓക്കെ. Oh, my name is Ashwini. I'm coming from Ernakulam. Thank you for giving me this opportunity. Thank you for letting me attending this interview. I would like to thank you for giving me this opportunity. And അതിനുശേഷം നമുക്ക് you can say any education qualification നമ്മൾ പറയാം. I'm graduated from college പറയാം. കോളേജിന്റെ പേര് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പേര് പറയാം. കോളേജിന്റെ പേര് പറയുന്നതാണ് കുറച്ച് നമുക്ക് ബെറ്റർ.
യൂണിവേഴ്സിറ്റി പേര് പറയുന്നുണ്ടെങ്കിൽ അത് കുറെ അബ്രോഡ് പഠിച്ചവരൊക്കെയാണ് അങ്ങനെ പറയാം. പക്ഷെ നമ്മുടെ ഇവിടങ്ങളിൽ അങ്ങനെ യൂണിവേഴ്സിറ്റി പേര് പറയാറില്ല. പൊതുവെ പറഞ്ഞെന്ന് പറഞ്ഞ മിസ്റ്റേക്ക് അത്രയ്ക്ക് തെറ്റൊന്നുമല്ല. അപ്പോ കോളേജ് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കോളേജ് പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പറയാം. ഇപ്പോ ഗ്രാജുവേറ്റഡ് ഫ്രോം ഹാലസിസ് കോളേജ് യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കോളേജിന്റെ പേര് പറയാം. ഇപ്പോ നിങ്ങൾ ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ ഐ എം ഗ്രാജുവേറ്റ് ഫ്രം എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫ്രം എന്നും പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എവിടെയാണോ ഏതാണോ ഇൻ നിങ്ങളുടെ ഏത് സബ്ജക്റ്റ് ആണോ അത് അവിടെ പറയാവുന്നതാണ്. ഏത് സബ്ജക്റ്റിലാണ് ഡിഗ്രിയോ PGയോ കംപ്ലീറ്റ് ചെയ്ത് അത് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, നമ്മൾ പഠിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു, അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ഇപ്പൊ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ MA in English from IGNOU. അങ്ങനെ പറയാം. മനസ്സിലായോ? അപ്പൊ എവിടെയാണ് നിങ്ങൾ പഠിച്ചത്, ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്കിപ്പോ വർക്ക് എക്സ്പീരിയൻസ്, എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. I have 3 years experience എന്ന് പറയാം. So I have 4 years experience as a teacher. ഓക്കെ, അതിന്റെ എന്റെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്പീരിയൻസ് അവിടെ പറയാവുന്നതാണ്. പറയണം, അത് ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പീരിയൻസ് എന്തായാലും പറയണം, കാരണം അവർക്ക് അറിയേണ്ടത് അതൊക്കെ തന്നെയാണ്. ക്വാളിഫിക്കേഷൻ, അച്ചീവ്മെന്റ്സ്, പിന്നെ എന്താണ് എക്സ്പീരിയൻസ്. അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് ബേസ്ഡ് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് ജോലിക്കാണോ പോകുന്നത് ആ ജോബിനെ ബേസ് ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആയിരിക്കണം പറയേണ്ടത്. മനസ്സിലായോ? അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മൾ ഫ്രഷേഴ്സ് ആകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും, അല്ലെ? ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് കുറവായിരിക്കും, പക്ഷെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും. അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും എക്സ്ട്രാ കോഴ്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ, അല്ലെ? നിങ്ങൾ എന്തെങ്കിലും ഇപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോ എന്താണ്, ഇപ്പൊ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ ഒരു ഫീൽഡിലായിരിക്കും. അപ്പൊ അവിടെ വേണ്ടത് എന്താണ്? ഇപ്പൊ നിങ്ങളിപ്പോ പറയുന്ന ഈ കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളുടെ അച്ചീവ്മെന്റ് ആണ്, അല്ലെ? സോ നിങ്ങൾക്ക് അവിടെ അതങ്ങനെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജോബ് ബേസ് ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആയിരിക്കണം അവിടെ പറയേണ്ടത്. ഇനിയിപ്പോ നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ പോവാണ്, നിങ്ങൾ പറയാണ് ഐ വാസ് ദ എഡിറ്റർ ഓഫ് ദ ഏർലി പീരിയോഡിക്കൽസ് അറ്റ് മൈ കോളേജ്. ഞാൻ എഡിറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞാല് നിങ്ങൾ പോയ ജോലി എന്താണ്, നിങ്ങൾ പറഞ്ഞ അച്ചീവ്മെന്റ് എന്താണ്? അപ്പോ ഇപ്പോ നമ്മൾ പറഞ്ഞ അച്ചീവ്മെന്റ് നിങ്ങളുടെ ജോലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അവർക്ക് കേട്ടത് കൊണ്ട് അവർക്ക് നമുക്കെന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല. അപ്പൊ പറയുമ്പോ നമ്മുടെ ജോബിനെ ബേസ് ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ്സും കാര്യങ്ങളുമായിരിക്കും പറയേണ്ടത്. ഓക്കെ, ഞാൻ ഹോസ്പിറ്റലില് ഞാൻ ഈ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, ഇപ്പോ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെറുതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അച്ചീവ്മെന്റ്സ് ആണ്, അങ്ങനെ പറയാം. ഇപ്പോ അഥവാ എക്സ്പീരിയൻസ് ഇല്ല, ഫ്രഷേഴ്സ് അതിനെ ഒരു എക്സ്പീരിയൻസ് അറിയില്ല, പക്ഷെ നമ്മൾ ഇന്റേൺഷിപ്പ് ഉണ്ടാവും. എവിടെയെങ്കിലും ഇന്റേൺഷിപ്പ് പോയ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെ? ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാവുന്നതാണ്, അല്ലെ? ഇപ്പോ നമ്മള് എന്തെങ്കിലും ഇന്റേൺഷിപ്പ് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അതും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറയാവുന്നതാണ്. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞു, അതിനുശേഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. അഥവാ ഇല്ലെങ്കിൽ നമുക്ക് അച്ചീവ്മെന്റ്സ് പറയാം, എക്സ്പീരിയൻസ് പറയാം. ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസ് പറയാം. ഇതെല്ലാം നമുക്ക് പറയാവുന്നതാണ്. അതെല്ലാം നമ്മുടെ ജോബിനെ ബേസ് ചെയ്ത് ഉള്ളതായിരിക്കണം. ഓക്കെ, ഇനി എന്താണ് സ്കില്ല് ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും. ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെയാണ്, ജോബ് ബേസ്ഡ് സ്കില്ലായിരിക്കണം എപ്പോഴും നമ്മൾ പറയാം. ഇപ്പോ സിവിയിൽ നിങ്ങൾ ഒരുപാട് സ്കിൽസ് കേട്ടിട്ടുണ്ടാകാം, പക്ഷെ നമ്മള് ഒരു ഇന്റർവ്യൂല് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബന്ധമില്ലാത്ത, നിങ്ങൾക്കിപ്പോ ഒരുപാട് ചിലരൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ സിവിയില് നമുക്ക് ആ സ്കില്ലില്ലെങ്കിലും ആ സ്കില്ല് നമ്മൾ ആഡ് ചെയ്യും. പക്ഷെ നമ്മൾ സെൽഫ് ഇൻട്രോ ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാത്ത സ്കിൽ അവിടെ ഉണ്ടെന്ന് പറയാൻ പാടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ അവര് അതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെടും.
സോ നിങ്ങൾക്കുള്ള ഒരു സ്കില്ലായിരിക്കണം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അവരോട് പറയേണ്ടത്, അല്ലാതെ വേറൊരു സ്കില്ലും പറയരുത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ജോലിക്കാണോ പോയത്, ഹോസ്പിറ്റലിൽ പോയിട്ട് ജോലിക്ക് പോകുമ്പോ ആ ജോബിനെ ബേസ് ചെയ്തിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. എന്നിട്ട് അത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിൽ അത് ഉണ്ടോ ഇല്ലയോ നോക്കാം. ഇല്ലെങ്കിൽ പോലും അത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. അതിനുശേഷം നിങ്ങൾ ഇന്റർവ്യൂവിൽ അത് പോയി സംസാരിക്കാം. നെവർ ലൈ ടു ദം. ഓക്കെ, ഒരിക്കലും നുണ പറയാൻ പാടില്ല. സ്കില്ലിനെ ബേസ് ചെയ്തിട്ട് പോലും ഒരു നുണ പോലും പറയാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി വേണ്ടത് എപ്പോഴും എന്താണ്, നമ്മൾ ആ കമ്പനിയെ കുറിച്ച് കുറെ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എവിടെയാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നത്, ഏത് കമ്പനിയിലാണോ ഏത് ഹോസ്പിറ്റലാണോ ഇന്റർവ്യൂവിന് പോകുന്നത്, ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ അറിയേണ്ടത് നല്ലതാണ്. ഓക്കെ, അപ്പോ എന്താണ് അങ്ങനെ അറിഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറയില്ലായിരുന്നു കമ്പനി പോയിട്ട് കമ്പനി ജോലിക്ക് കയറുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ അവരെ കുറിച്ച് കുറച്ചിങ്ങനെ പൊക്കി പറയണം. പൊക്കി പറയുന്നത് വെച്ചാല് ഇപ്പൊ ഐ വാസ് വെരി എക്സൈറ്റഡ് വെൻ ഐ ഫൗണ്ട് ദ അഡ്വർടൈസ്മെന്റ് ഓഫ് ദിസ് ജോബ് വേക്കൻസി. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു, ജോബ് വേക്കൻസി കണ്ടപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വർക്ക് ചെയ്യാൻ എന്നൊക്കെ പറയണം. എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അവസാനിപ്പിക്കാൻ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കേണ്ടത് അങ്ങനെയാണ്. ഇങ്ങനെ പറയുന്നത് ഐ വുഡ് love to join this company. Company means like hospital ആണെങ്കിലും okay. I would love to join this hospital. I would love if you give me a chance to join this hospital. എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് എൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ചെറുതായിട്ട് നമ്മൾ പറഞ്ഞാൽ മതി, ഒരുപാട് പരിശീലിച്ച് പറയണ്ട. ഇനിയിപ്പോ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല, വേറെ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ എന്ത് പറയും, ഐ എം എ ഫ്രഷർ ആൻഡ് ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ് എന്ന് മാത്രം പറഞ്ഞാലും മതി. കാരണം ഞാൻ ഫ്രഷറാണ്, എന്റെ സ്റ്റഡീസ് ഇനിയിപ്പോ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്ത് പറയാവുന്നതാണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മുടെ പേര് വെച്ച് ഇൻട്രോഡ്യൂസ് ചെയ്യുക. അതിനുശേഷം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയാം, നമ്മൾ എവിടെയാണ് പഠിച്ചതെന്ന് പറയാം, എന്ത് കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറയാം. അതിനുശേഷം നമ്മുടെ അച്ചീവ്മെന്റ്സ് പറയാം, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എന്തെങ്കിലോ അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ അതെല്ലാം പറയാം. അഥവാ വർക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ലെങ്കിൽ ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾ ഐ എം എ ഫ്രഷർ ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ് എന്ന് പറയാം. അതിനുശേഷം നിങ്ങളുടെ സ്കിൽസ് പറയാവുന്നതാണ്. ഓക്കെ, സ്കിൽസ് എല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയാ എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ വളരെ താല്പര്യമാണ്, നമ്മൾ എക്സൈറ്റഡ് ആണ്, എനിക്ക് ചാൻസ് അറിഞ്ഞാൽ എനിക്കത് വളരെ എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കവിടെ പറയുന്ന ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഹോബീസ്. ഹോബീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കില്ലായിട്ട് തന്നെ പറയാവുന്നതാണ്, കുഴപ്പമില്ല. പണ്ടൊക്കെയാണ് നിങ്ങൾ ഹോബീസ് ഒക്കെ ചോദിക്കുക, ഇപ്പൊ ഹോബീസ് ഒക്കെ ചോദിക്കാറില്ല. സ്കില്ലല്ല ഇമ്പോർട്ടന്റ്, ഇപ്പൊ സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, സ്കില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ഒക്കെ എന്ന് പറഞ്ഞ സ്കില്ലൊക്കെ തന്നെയാണ്. അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സ്കില്ലാണ്. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. മനസ്സിലായോ? അപ്പൊ അതെല്ലാം നിങ്ങളുടെ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ എനിക്ക് നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് അവർ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കും. മനസ്സിലായോ? അപ്പൊ അറിയാത്തത് ഒന്നും അവിടെ ആ ടൈമില് പറയരുത്. സിവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ അത് പറയാവുന്നതാണ്, പക്ഷെ നേരിട്ട് പറയുമ്പോൾ നമ്മൾ എടുത്ത് പറയരുത്. നമുക്ക് സ്കിൽ എടുത്ത് പറഞ്ഞാൽ ചിലപ്പോ ആ ടൈമിൽ അവരത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വിടും. മനസ്സിലായോ? അപ്പൊ അത്രയൊക്കെയാണ് എന്താ ഇന്റർവ്യൂവിൽ ഫേസ് ചെയ്യേണ്ടത്, നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടത്. ക്ലിയർ ഫോർ യു? ക്ലിയർ ആയോ? യെസ്. അപ്പോ അടുത്ത ക്ലാസ്സില്, അതായത് നാളെ വരുമ്പോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നോക്കിയിട്ട് വരണം. ഫസ്റ്റ് ആണ് കേട്ടോ, ചെയ്യണം. ഒരു നിങ്ങൾ എത്രയും ചിന്തിച്ചാൽ മതി, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ പോവുകയാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം.
നാളെ വരുമ്പോൾ ഇത് പ്രസന്റ് ചെയ്യാൻ നോക്കാം. നാളെയും കൂടി ഉള്ളു ക്ലാസ് കേട്ടോ. ഞാൻ ഇനി നാളെയും കൂടി ഉണ്ടാവുള്ളൂ, ഇനി കാണില്ല. അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് വരാം. അതായത് വെറുതെ എഴുതിയിട്ട് വരാനല്ല പറയുന്നത്. നിങ്ങളത് മിററിൽ നോക്കിയിട്ട് ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്ന പോലെ അവരെ നോക്കിയിട്ട് സംസാരിക്കുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. കോൺഫിഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. എന്ത് കാര്യം ഒരു ഇന്റർവ്യൂ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നാളെയോ 2 ദിവസം കഴിഞ്ഞ് ഇന്റർവ്യൂ ആണെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണോ. മസ്റ്റ് ആണ്. പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇന്റർവ്യൂ പോകാൻ പാടുള്ളൂ. അവിടെ ചെന്നറിയുന്നത് ടെൻഷൻ വരും. എനിക്ക് ഇത് അറിയില്ല എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷൻ വരും. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു, ഒരു നിർബന്ധം ചെയ്താണ്. അത് ആദ്യമേ തന്നെ പറയാണ്, ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് വെറുതെ പറഞ്ഞ് കൊളാക്കണ്ട. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പൊ അത് വെറുതെ പറഞ്ഞ് കൊളാക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് ചിലപ്പോ ഇനി വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോവാണെങ്കിൽ അതും ബെറ്റർ ആണ്. പക്ഷെ അറിയില്ല എന്ന് പറഞ്ഞ് പൊട്ടത്തരം വിളിച്ച് പറയണ്ട. ഓക്കെ, നേരത്തെ കിട്ടുന്ന പോലെ പറയാം, മലയാളം പറയാം. ഇംഗ്ലീഷ് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് പറയണ്ട, പ്രാക്ടീസ് ചെയ്തിട്ട് പോവാ. ഓക്കെ, ഫാമിലി ഡീറ്റെയിൽസ് ആണ് മെയിനായിട്ട് ചോദിച്ചത്. ഫാമിലി ഡീറ്റെയിൽസ് ചോദിക്കാം, പക്ഷെ ഞാൻ അത് ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞില്ല. ഇത്ര ഇമ്പോർട്ടന്റ് അല്ല ഫാമിലി ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് പറയാവുന്നതാണല്ലോ ഇതൊക്കെ. മെയിൻ ആയിട്ടും എക്സ്പീരിയൻസ് ഓരോ പൊസിഷനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങൾ രണ്ടും ഫോക്കസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഫാമിലി ഡീറ്റെയിൽസ് പറയുമ്പോൾ ഒരുപാട് പറയണ്ട, കുറച്ച് കാര്യങ്ങളല്ലേ ഒന്ന് പറയേണ്ടേ ഉള്ളൂ. വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞ വേണേ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നാളെ വരുമ്പോ എന്താണ്, ഒരു നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, എന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാം. ക്യാമറ ഓൺ ആക്കിയിട്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേടി, കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം മതി, ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഇനിയിപ്പോ ഓൺലൈൻ ഇന്റർവ്യൂസ് ഒക്കെ കുറവായിരിക്കും. ആ കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ ഉണ്ട്, ഇല്ലെന്നല്ല, നമ്മൾ പുറത്ത് എന്തെങ്കിലും ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോ അങ്ങനെയും പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണോ? ഞാൻ ഇതുവരെയും പറഞ്ഞത് ക്ലിയർ ആണോ? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടാവും, ഒന്ന് സംസാരിക്കാവോ? ഒന്ന് ഞാൻ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല, പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആണ്. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കും. ഉണ്ടോ? ചുമ്മാ വർത്തനം പറയല്ലേ. മിസ് ഒരു കാൻഡിഡേറ്റ് ആയി നിന്നോണ്ട് ഒന്ന് ഇന്റർവ്യൂ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊന്ന് പറയാവോ? ഞാൻ പ്രസന്റ് ചെയ്യാനോ? ഞാൻ പ്രസന്റ് ചെയ്യണം എന്തിനാ? നിങ്ങൾ പ്രസന്റ് ചെയ്താൽ പോരെ? ഞാൻ പ്രസന്റ് എന്ന് പറഞ്ഞല്ലോ. അമശ്വതി എന്ന് പറഞ്ഞ് തുടങ്ങുക. അമശ്വതി, എന്റെ പേര് അശ്വതി എന്നാണല്ലോ. അമശ്വതി അല്ലെങ്കിൽ ഐ ആം കമ്മിങ് ഫ്രം എറണാകുളം. ഓക്കെ, ദെൻ നമ്മൾ എന്താ പറയുക? ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഐ വുഡ് ലൈക്ക് ടു ഓക്കെ, ഇങ്ങനെ പറയാം, താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. എനിക്കിപ്പോ നിങ്ങളുടെ മുന്നിൽ നമ്മുടെ ക്ലാസ് കിട്ടുന്ന പോലെ കാണാം. അപ്പൊ ഇങ്ങനെ തന്നെ പറയാം. എപ്പോഴും ടെൻഷൻ അടിച്ച് പോരും. ഇപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ടെൻഷൻ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂളായിട്ട് സംസാരിക്കുന്നത്. മനസ്സിലായോ? ആ ടെൻഷൻ എന്ന് പറയുന്ന സാധനം വേണ്ട. അത് വരുമ്പോഴാണ് നമുക്ക് ഒരു വാക്ക് പോലും കിട്ടാത്തത്. അപ്പൊ ഇങ്ങനെ പറയാം, ഇത്രയേ ഉള്ളൂ. അശ്വതി, എറണാകുളം, താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു തുടങ്ങാം. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഫ്രം ഏത് യൂണിവേഴ്സിറ്റിയാണ്, കോളേജ് ഏതാണ്? So I am post graduated from IGNOU എന്ന് പറയാം. Then I have completed my PG. I have completed my MA in English from IGNOU University എന്ന് പറയാം. Then എന്താണ്, പിന്നെ എന്താ പറയണ്ടേ? എന്റെ എക്സ്പീരിയൻസ് ആണ് അത് പറഞ്ഞു. എന്താണ്, I have 3 years experience as a teacher. Then fresher ആണെങ്കിൽ നിങ്ങൾക്ക് I am a fresher, I have just completed my studies എന്ന് പറയാം. ഓക്കെ, ദെൻ എക്സ്പീരിയൻസ് പറഞ്ഞു. അതിനുശേഷം പിന്നെ സ്കില്ല് പറയാം. സ്കിൽ എന്തൊക്കെയാ സ്കില്ലാ ഉള്ളത്?
സ്കിൽ എന്തെങ്കിലും പറയാലോ? സ്കില്ല് പറയാം. അപ്പൊ നമ്മളത് പറഞ്ഞു വരുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് നമ്മുടെ സെൽഫ് ഇംപ്രൂവ് ചെയ്യും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അത് പറയാം. പിന്നെ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ നിങ്ങൾ പറയാം, I would like to join this hospital. I would love if you give me chance to join this hospital എന്നൊക്കെ പറയാം. ഞാനാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയും. I was very excited when I found this advertisement. I found the ad of this job vacancy. I would like to join this institution എന്ന് പറയാം. ഞാനാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയും, നിങ്ങളാണെങ്കിൽ ഹോസ്പിറ്റൽ. അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങള് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ട് നോക്കിയിരിക്കണ്ട. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റും. പ്രാക്ടീസ് ആണ് ഇമ്പോർട്ടന്റ്. എന്ത് കാര്യത്തിലും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ആണോ? എന്താണെന്നും വേണ്ടാത്ത ക്ലിയർ ആണോ? PGക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. ഐ തിങ്ക് അറിയില്ല. കാരണം കണ്ടിന്യൂ ചെയ്യുന്നല്ലേ, അല്ലെ? കണ്ടിന്യൂ ചെയ്യുന്നല്ലേ, കണ്ടിന്യൂഷൻ അല്ലേ PG എന്ന് പറയുന്നത്. മോഡ്യൂള് 4 or 5 എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇംഗ്ലീഷ് ഉണ്ടോ എനിക്ക് അറിയില്ല. കാരണം ഓൾറെഡി ഡിപ്ലോമക്ക് ഇംഗ്ലീഷ് ഉണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ഇംഗ്ലീഷ് എടുക്കാനാ? നിങ്ങൾക്ക് ഇനി എന്താ ഞാൻ ചോദിക്കാറ്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? എന്തെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ ഏത് ടോപ്പിക്കാണ് എന്നൊക്കെ ചോദിച്ചാൽ ആരൊന്നും മിണ്ടാറില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇനി താല്പര്യമുണ്ടോ? സംസാരിക്കൂ നിങ്ങള്. ആകെ 2 നാളെയും കൂടി ഉള്ളൂ. ഒന്ന് സംസാരിച്ചൂടെ? ആ നിഷ പറയൂ. യെസ് മാം. സംസാരിക്കൂ നിഷ. സംസാരിക്കാൻ നമ്മൾ മ്യൂട്ട് ചെയ്ത് പോയി. ഓക്കെ, പിന്നെന്താണ്? എന്നിട്ട് ക്ലാസ് ഒക്കെ ഇങ്ങനെ പോകുന്നു, കോഴ്സ് ഒക്കെ ഇങ്ങനെ പോകുന്നു? പഠിക്കുന്നുണ്ടോ? എക്സാം ഇനി എക്സാം എന്താ? നെക്സ്റ്റ് മന്ത് ആയിരിക്കും എക്സാം. ഓക്കെ, അപ്പോ എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ നാളെ വരുമ്പോ നോക്കിയിട്ട് വേണം, പ്രിപ്പയർ ചെയ്തിട്ട് വേണം പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എന്താണ്? ഇനി എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഓക്കെ, അഞ്ജലി എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടോ? സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണ്ടേ? കൺക്ലൂഷൻ പറയണ്ടേ? കൺക്ലൂഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, കമ്പനി ജോയിൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, എക്സൈറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞ് കൺക്ലൂഷൻ ചെയ്യും. അതാണ്, അത് എൻഡിങ് ആണ്. ഓക്കെ, ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം നിങ്ങൾക്ക് വേണോ? അതായത് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത് വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതിയെടുക്കൂ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മേയ്ക്കാണ്. ഒരു പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയാൽ മതി. എഴുതിയെടുത്തോളൂ കേട്ടോ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തുടങ്ങി ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തുടങ്ങിയുള്ളത് വേണം. ഫസ്റ്റ് നമ്മൾ ചോദിക്കുക, മേക്കമിങ് ചോദിക്കാം, മേക്കമിൻസ് ഔട്ട് എന്ന് ചോദിക്കാം. അതിനുശേഷം നിങ്ങൾ കയറി ഓക്കെ ഇരിക്കാൻ പറഞ്ഞാലോ സിറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ തുടങ്ങിക്കാം. അഥവാ ഇനി പറഞ്ഞില്ലെങ്കിൽ മേ ഐ സിറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മേ ഐ ടേക്ക് ദ സീറ്റ് എന്ന് ചോദിക്കാം. ഓക്കെ,
ഫസ്റ്റ് മേ കമ്മിൻ അല്ലെങ്കിൽ മേ സീറ്റ് മേ ടേക്ക് സീറ്റ് ചോദിക്കാം. അതിനുശേഷം നമ്മൾ വിഷ് ചെയ്യണം. വിഷ് ദ എന്താണ് ഗുഡ് മോർണിംഗ് സാർ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മാം എന്ന് പറഞ്ഞ് വിഷ് ചെയ്യണം. വിഷ് ദ ഓക്കെ. ദെൻ പേര് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പേര് പറയാം. അഥവാ പേര് ചോദിച്ചില്ല ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഓക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണ്? ആം അശ്വതി എന്ന് പറയാം. നമുക്ക് ആം വെച്ച് തുടങ്ങാം. ഓൾ മൈ നെയിം ഈസ് വെച്ച് തുടങ്ങാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. ആം ഓൾ മൈ നെയിം ഈസ്. അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? Thank you for giving me this opportunity. അങ്ങനെയും പറയാം. അതല്ലാതെ thank you for letting me attend this interview. Thank you for letting me attend this interview. എന്ന് പറയാം. അല്ലെങ്കിൽ I would like to thank you for giving me this opportunity. Okay, നമുക്ക് ഇങ്ങനെയും പറയാം. ഈ 3 ടൈപ്പിൽ പറയാവുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ. അതിനുശേഷം നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. I am graduated or postgraduate. From കോളേജിന്റെ പേര് പറയാം കേട്ടോ. ഫ്രം കോളേജിന്റെ പേര് നമ്മൾ ഡാഷ് ഇട്ടണം. ഓക്കെ. കോളേജിന്റെ പേര് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം I completed my graduation. I completed my graduation. Completed my graduation in ഞാൻ എക്സാമ്പിൾ പറയണാണ്. in MA graduation. ഇങ്ങനെയും പറയാം. I'm graduated or postgraduate from യൂണിവേഴ്സിറ്റി പേരോ കോളേജിന്റെ പേരോ പറയാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം I completed my MA in English from IGNOU. എക്സാമ്പിൾ ആണ്. ആ രീതിയിൽ പറയാം.
അതിനുശേഷം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പറയാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാം. ജസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ തരുന്നത്. എക്സ്പീരിയൻസ് പറയാം. ഇപ്പൊ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് പറയാം. അച്ചീവ്മെന്റ്സ് പറയാം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് പറയാവുന്നതാണേ. അതിനുശേഷം ഇപ്പൊ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഫ്രഷർ and I just completed my studies. എന്ന് പറയാം. I'm a fresher and I just completed my studies എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സ്കില്ല് പറയണം. സ്കിൽസ് പറയാം. അതിനുശേഷം നമ്മള് that you are excited to join this company. വെബ്സൈറ്റ് മാനേജർ അവിടെ നമ്മൾ കാണിക്കണം. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ പറയാവുന്നതാണ്. I was very I was very excited when I found the advertisement of this job vacancy in Manila. I would like to join this company. ഇങ്ങനെയും പറയാം. ഈ രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കാം. Okay, is it finished? Ma'am. No. കഴിഞ്ഞു എന്നാണ് പറയുന്നത്. Okay.
ഓക്കെ. സോ നാളെ പ്രിപ്പയർ ചെയ്തിട്ട് വരുമല്ലോ എല്ലാവരും. യെസ് മാം. Yes, ma'am. ഓക്കെ. സോ നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? പറയൂ, tell me about your English class. And there is improvement. You have an improvement. Improvement ഉണ്ടോ എല്ലാവർക്കും? ഇംഗ്ലീഷ് എന്റെ ക്ലാസ്സിൽ ഇരുന്നതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ചൊന്ന് പറയാമോ ആരെങ്കിലും? കുറച്ചു നേരം സംസാരിക്കും നിങ്ങള്. എന്താണിത്? കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ക്ലാസ്? എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? പറയൂ. Tell me about me and my class. പറയൂ. ഷംസീന. യെസ് മിസ്. ഷംസീന, എന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? Your teaching, your mode of teaching was super. I will understand very much. ഇനി മലയാളത്തിൽ പറ. മിസ് പഠിപ്പിക്കുന്നത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ. ഇനി ആരാ പറയാ? നയന. നയന ടെൻസൺ. Are you there? ശ്രീകുട്ടി. അഞ്ജലി. ആരെങ്കിലും ഉണ്ടോ? Yes, ma'am. ഓക്കെ അഞ്ജലി പറയൂ. Ma'am, your class is very nice. I am very comfortable, ma'am, your class. But family situations ഇങ്ങനെ പറഞ്ഞ് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എഴുതിയെടുക്കുന്നല്ലാതെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ആരോട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട്. സംസാരിക്കണം. സംസാരിച്ചാലല്ലേ മറ്റൊരാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട്. ആര് പറഞ്ഞ സാഹചര്യം ഇല്ലാന്ന്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്ന് സംസാരിക്കുവോ? അപ്പൊ ആരും മിണ്ടില്ല. എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്തില്ല. ആരും യൂട്ടിലൈസ് ചെയ്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ്, എപ്പോഴും പേടിയാണ്. ഇനി നാളെയും പേടിയാണ്. അല്ലേ? ശരിയാണോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കഴിഞ്ഞത് നിങ്ങൾ കുറ്റം പറഞ്ഞതല്ല, എന്നാലും ശരിയല്ലേ? ഇനി കഴിഞ്ഞു പോയ ദിവസങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് തിരിച്ചു കിട്ടോ? ഇല്ല. എന്താ ഞാൻ നിങ്ങളോട് മാക്സിമം ക്ലാസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യൂ, സംസാരിക്കൂ, കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും എന്നൊക്കെ പറയുമ്പോ ആരും മിണ്ടൂല. കാരണം ഇംഗ്ലീഷ് പേടിയാണ്. ആ പേടി നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ആ പേടി ഇതുവരെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് മാറ്റാൻ പറ്റുന്നതല്ല അത്, നിങ്ങൾക്ക് നിങ്ങൾ സ്വയം മാറ്റുന്നതാണ്. അല്ലേ? ഗ്രാമർ വൈസ് ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇപ്പോ ഗ്രാമർ? എല്ലാവരോടും കൂടിയാണ് ഗ്രാമർ. എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ഇല്ല, ഒന്നും മനസ്സിലായില്ലേ? ക്ലാസ്സിൽ വരെ ജോയിൻ ചെയ്തിരുന്നു എല്ലാവരും. അറിയോ നിഷ? യെസ് മാം. അവിടെ എവിടെയൊക്കെ തട്ടി വല്ലതൊക്കെ മനസ്സിലായിരുന്നു.
പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സിരുത്തി പഠിച്ചാൽ നിങ്ങൾക്ക് എന്തും ഇപ്പോഴും പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ അത്? അല്ലെ? നമ്മുടെ മനസ്സ് വെച്ചാൽ എന്ത് നമുക്ക് പറ്റും. അത് ഇപ്പൊ എന്ത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്കത് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സ് വെക്കുന്നില്ല. ആണോ? ഇല്ല മാം, ശ്രമിക്കുന്നുണ്ട്. ഞാൻ മലയാളത്തിൽ വാക്കുകളൊക്കെ കിട്ടിയാൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ല, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ലാംഗ്വേജ് കിട്ടൂ. അപ്പോ നിഷ പറയോ? നിഷ, Yes ma'am. tell me about my class and the improvement we have in improvements. Tell me about that. ഇംഗ്ലീഷിൽ പറയണോ? പിന്നെ of course, ഇതന്നെയാണ് കുഴപ്പം. നിഷ പറയണം. I used to understand a little but I used to understand എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ മനസ്സിലാക്കി, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആണോ? പറയൂ. നിഷ പോയോ? ഓക്കെ, മലയാളത്തിൽ പറയൂ. ഞാൻ പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയമായിരുന്നു ഇംഗ്ലീഷ്. കാരണം ആ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നീട് അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. അതുമല്ല, ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് കോൺവെർസേഷൻ, എസ്സേ ആ മോഡലല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിയില്ല എന്ന് പറയാം. പക്ഷെ ഇപ്പോഴും മാം പഠിപ്പിക്കുന്നത് ഒരുവിധമൊക്കെ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട്. ഞാനിപ്പോൾ യാത്രയിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ അത് ഞാൻ ശരിക്കും മനസ്സിൽ തന്നെ ശ്രമിക്കും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. എന്നിട്ട് ഞാൻ സ്വയം മെല്ലെ പറഞ്ഞു നോക്കും. ബെറ്ററാണ്, ഇപ്പോൾ കുഴപ്പമില്ല. കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ബെറ്ററാണ് ഇപ്പോ. അത് തന്നെ വലിയ കാര്യം. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇൻട്രൊഡക്ഷൻ അത് മറക്കരുത് കേട്ടോ. ഇനി സമയം ലഭിച്ചേ, എനിക്ക് നേരുണ്ടായി ലഭിച്ചേ എന്ന് പറയണ്ട. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് യൂസ്ഫുൾ ആകുന്ന ഒന്നാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം പ്രിപ്പയർ ചെയ്യുക. എന്തായാലും പ്രസന്റ് ചെയ്യണം, മസ്റ്റ് ആണ്, ചെയ്യണം. ഓക്കെ, കേട്ടല്ലോ? എല്ലാവരും കൂടിയാണ് നിർബന്ധമായിട്ട് ഞാൻ പറയുകയാണ്, അത് എന്തായാലും പ്രസന്റ് ചെയ്യണം. എന്റെ റിക്വസ്റ്റ് ഒന്നല്ല, ഓരോ വിചാരിക്കും. എന്തായാലും ചെയ്യണം. നാളെ പ്രസന്റ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി നാളെ എല്ലാവരും സംസാരിക്കാൻ റെഡി ആയിട്ട് വരാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സംസാരിക്കാൻ തയ്യാറായിട്ട് വരാം. സോ ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, താങ്ക് യു ഓൾ. ബൈ. താങ്ക് യു. താങ്ക് യു.